ഹലോ. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാണ് ഉടുപ്പ് കേട്ടോ. അതിനകത്ത് നിറച്ച് കുഞ്ഞി 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 ടാസൽസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഉടുപ്പിൻ്റെ വിശേഷമാണ് ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. ചോട്ടൂന് ഉടുപ്പൊക്കെ തയ്ച്ച് കൊടുത്ത് പാവാടയെല്ലാം തയ്ച്ച് കൊടുത്തപ്പോൾ ചോട്ടൂന് വേറൊരു ആവശ്യം കൂടി വന്നിട്ടുണ്ട്. ചോട്ടൂൻ്റെ വാവയ്ക്ക് ഉടുപ്പ് വേണമെന്ന്. അങ്ങനെ ചോട്ടൂൻ്റെ വാവയ്ക്ക് ഉടുപ്പ് റെഡി ആയിട്ടുണ്ട്. ഹാപ്പിയാണോ ചോട്ടു? ഇഷ്ടമായോ പാവാട? ഉടുപ്പ് ഇഷ്ടമായോ ചോട്ടു? വാവയുടെ ഉടുപ്പ് ഇഷ്ടമായോ? ആദ്യമേ തന്നെ ഞാൻ പാവാടയാണ് ചെയ്തത്. വേസ്റ്റിൻ്റെ അവിടെ 6.5 എടുത്തു. ലെങ്ത് ആയിട്ട് 19 എടുത്തേക്കുന്നത്. പിന്നെ A-ലൈൻ പാവാടയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് 4 മടക്കിയിട്ടിട്ട് ഇനി അതിന് എഡ്ജിലേക്ക് അങ്ങ് മുകളിൽ നിന്ന് താഴേക്ക് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ടോപ്പിൻ്റെ പോർഷനിലേക്കാണ് പോയത്. 10 ഇഞ്ച് നീളവും 5.5 ഇഞ്ച് വീതിയുമുള്ള ഒരു തുണി കട്ട് ചെയ്തെടുത്തു. അതേ ലെങ്ത്തിലും വിഡ്ത്തിലുമുള്ള വേറൊരു പിങ്ക് കളർ പീസും കൂടി എടുത്തിട്ടുണ്ട്. പിന്നീട് ഞാൻ നമ്മുടെ ക്യാൻവാസ് ഷീറ്റിന് നല്ല രീതിയിൽ അയൺ ചെയ്ത് നമ്മുടെ ഗോൾഡൻ പീസിലേക്ക് പേസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഒരു ലോട്ടസിൻ്റെ ഡിസൈൻ വരച്ചു. എന്നിട്ട് പിങ്ക് അടിയിലും വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ വരച്ചത് വെച്ച് മേൽ പോർഷൻസ് മാത്രം സ്റ്റിച്ച് ചെയ്ത് കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് കട്ട് ചെയ്ത് അതിനെ മറിച്ചെടുത്തതിന് ശേഷമാണ് നമ്മുടെ ലോട്ടസിൻ്റെ ഷേപ്പിൽ എല്ലാ സൈഡിലും ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തത്. സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത് അതിൽ നമ്മുടെ റിംഗ് സ്റ്റോൺ ചെയിൻ ഒട്ടിക്കാനാണ് പോകുന്നത്. എളുപ്പമാണ്. B6000ൻ്റെ ഗ്ലൂ ആണ് എൻ്റെ കയ്യിലുള്ളത്. ഫാബ്രിക് ഗ്ലൂ ഇല്ല. എനിക്ക് മെറ്റൽ ടൈപ്പുള്ള സാധനങ്ങളൊക്കെ ഒട്ടിക്കാൻ ഏറ്റവും നല്ലത് B7000ൻ്റെ ഗ്ലൂ തന്നെയാണ്. അപ്പോൾ അത് യൂസ് ചെയ്തിട്ടാണ് ഞാനിവിടെ നമ്മുടെ റിംഗ് സ്റ്റോൺ ചെയിൻ ഒട്ടിക്കുന്നത്. കട്ട് ബീഡ്സും സീക്വൻസൊക്കെ യൂസ് ചെയ്ത് ചെയ്യണമെന്നാണ് വിചാരിച്ചത്. പിന്നെ ഭയങ്കര മടിയായതുകൊണ്ട് ഇതാകുമ്പോൾ എളുപ്പമല്ലേ, ഗമ്മ് വെച്ച് കൊടുത്തിട്ട് പേസ്റ്റ് ചെയ്ത് അങ്ങ് പോയാൽ മതിയല്ലോ. അതുകൊണ്ട് ഞാൻ റിംഗ് സ്റ്റോൺ ചെയിനാണ് സെലക്ട് ചെയ്തത്. ചോട്ട് ഉറങ്ങിക്കിടക്കുമ്പോഴേ ഈ വക പരിപാടികളൊക്കെ നടക്കത്തുള്ളൂ. അല്ലെങ്കിൽ അവൾ എൻ്റെ സാധനങ്ങളെല്ലാം വലിച്ച് വാരി എറിഞ്ഞ് എനിക്കിതൊന്നും ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിൽ അവൾ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് അവളെ ഉറക്കിക്കിടത്തിയിട്ടാണ് ഈ പരിപാടീസൊക്കെ. ശേഷം ഞാനൊരു 22 ഇഞ്ച് നീളവും 10 ഇഞ്ച് വീതിയുമുള്ള തുണി എടുത്തിട്ട് അതിനെ മടക്കി തച്ച് ഒരു കെട്ട് പോലെ റെഡിയാക്കി നമ്മുടെ ഈ പോർഷനിലേക്ക് ജോയിൻ ചെയ്യാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ബാക്കിൽ നല്ല നീറ്റായിട്ട് കെട്ടി വയ്ക്കാൻ പറ്റും. അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഈ താഴ്ഭാഗത്തായിട്ട് കുറച്ച് ടാസൽസ് കൊടുക്കുക എന്നാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ നൂലും കുറച്ച് വലിപ്പമുള്ള വെള്ള കളർ പേൾസും അതുപോലെ ചെറിയ കുഞ്ഞതായിട്ടുള്ള വൈറ്റ് പേളും അതുപോലെ പിങ്ക് പേളുമാണ് എടുത്തേക്കുന്നത്. ഇനി ഒരു ബുക്ക് എടുത്തിട്ട് നമ്മൾ ഈ നമ്മുടെ ത്രെഡിനെ ആ ബുക്കുമായിട്ട് ഇങ്ങനെ ചുറ്റി എടുക്കുക. അപ്പോൾ നമുക്ക് ടാസൽസ് ഉണ്ടാക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് നൂലിങ്ങനെ ചുറ്റിയെടുക്കാം. നമ്മൾ ഒത്തിരി നൂലെടുത്ത് കഴിഞ്ഞാൽ നല്ല വീതിക്കുള്ള ടാസൽസ് കിട്ടും. നമ്മൾ കുറച്ച് ചുറ്റിയിട്ടുള്ളൂ എങ്കിൽ ചെറിയ അധികം വണ്ണം ഒന്നും കാണത്തില്ല. ഞാനപ്പോൾ അധികം വണ്ണമില്ലാത്ത ടൈപ്പ് ചെറിയ ടാസൽസാണ് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിങ്ങനെ ചുറ്റിയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് അവിടെ തന്നെ ഞാൻ കട്ട് ചെയ്തു. എന്നിട്ട് ലെവൽ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് എൻ്റെ ആവശ്യത്തിനനുസരിച്ച് ഞാൻ കട്ട് ചെയ്ത് പിന്നീട് ആ കട്ട് ചെയ്തതിന് ശേഷം അവിടെ ഒരു ചെറിയൊരു ലോക്ക് പോലെ ത്രെഡ് വെച്ച് തന്നെ ചെയ്ത് കൊടുക്കാം. എന്നിട്ടാണ് ഞാൻ ടാസൽസ് ഉണ്ടാക്കിയെടുക്കുന്നത്. അങ്ങനെ അഴിഞ്ഞു പോവാത്ത രീതിയിൽ നമ്മൾ കെട്ടിട്ട് എടുത്തതിന് ശേഷം വേറൊരു സൂചി എടുത്തിട്ട് അതിലേക്ക് നൂല് കോർത്ത് താഴെ നല്ലതായിട്ട് കെട്ടൊക്കെ ഇട്ട് സ്ട്രോങ് ആക്കി വെച്ചിട്ട് നമ്മൾ ഈ ഉണ്ടാക്കിയെടുത്ത ടാസലിൻ്റെ ഹോളുള്ള പോർഷൻസ് സൂചി വഴി അകത്തേക്ക് കയറ്റി അവിടെ ലോക്ക് ചെയ്ത് വെക്കാം. എന്നിട്ട് ലോക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഏതൊക്കെ ബീഡ്സ് ആണോ വേണ്ടത് ആ ബീഡ്സ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇവിടെ ഞാൻ ടാസൽ ആദ്യം ചെയ്തതിന് ശേഷം ഒരു വൈറ്റ് ബീഡ്, പിന്നെ ഒരു ചെറിയ പിങ്ക് കളർ ഒരു ക്രിസ്റ്റൽ ബീഡ്, അതിൻ്റെ മുകളിലായിട്ട് ഒരു കുഞ്ഞ് പേളും കൂടി വൈറ്റ് പേളും കൂടി ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മളത്
ടോപ്പിലേക്ക് സ്റ്റിച്ച് ചെയ്ത് വെക്കാം. അങ്ങനെ ഈ ഡ്രസ്സിൻ്റെ ആവശ്യത്തിനനുസരിച്ചുള്ള ഹാങ്ങിങ്സ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 8-9 ഹാങ്ങിങ്സോളം ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എല്ലാം കഴിഞ്ഞിട്ടുള്ളൊരു ലുക്കെന്ന് പറയുന്നത്. അപ്പോൾ ഓണത്തിന് പാവാടയും സെറ്റായി, ടോപ്പും സെറ്റായി. ഇനി അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഒരു മാലയും കൂടി ചെയ്താലോ. അപ്പോൾ ലോട്ടസ് ഷേപ്പിലുള്ള കറക്റ്റ് എനിക്ക് ആ പിങ്ക് ഷെയ്ഡുള്ള ഒരു ലോട്ടസിൻ്റെ പെൻഡൻ്റ് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ഞാനതെടുത്തു. എന്നിട്ട് ഞാൻ ആദ്യമേ വലിയ റിങ്ങാണ് ഇടാൻ നോക്കുന്നത്. ഒരു രക്ഷയില്ല, അത് അതിനകത്ത് കയറില്ല. പക്ഷേ എന്നാലും ഞാൻ എങ്ങനെയെങ്കിലും അതിനെ തള്ളിക്കയറ്റാൻ നോക്കി, നടന്നില്ല. അപ്പോൾ പിന്നെ ജമ്പ് റിങ് തന്നെ എടുത്തു. എന്നിട്ട് അതിലേക്ക് നമ്മുടെ ജമ്പ് റിങ് നമ്മുടെ ലോട്ടസിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഈ ഒരു ചെയിൻ എൻ്റെ കയ്യിൽ ബാലൻസ് കുറച്ചിരിപ്പുണ്ടായിരുന്നു. അത് ഞാൻ ചോട്ടുവിന് വേണ്ടി അങ്ങ് എടുത്തു. അങ്ങനെ 2 സൈഡും ചെയിൻ അറ്റാച്ച് ചെയ്തതിന് ശേഷം നമ്മുടെ കൊളുത്തും കൂടി ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. ലാസ്റ്റ് ഞാൻ ഒരു തവണ കൂടി ആ വലിയ റിങ് ഒന്ന് കയറ്റാൻ നോക്കി. എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് എങ്ങനെയെങ്കിലും നടത്തിയെടുത്തേ പറ്റൂ. അത് കുറേ ഞാനിരുന്ന് ശ്രമിച്ചിട്ടാണ് അതിനെ അകത്ത് കയറ്റാൻ പറ്റിയത്. അത് എന്ത് കാരണം വെച്ചാലും അകത്ത് കയറൂല എന്ന് വിചാരിച്ചിരുന്നു. എനിക്കെങ്ങനെയും അത് കയറ്റണം എന്നും ഉള്ളതുകൊണ്ട് ഞാൻ കുറേ നേരം കുത്തി ഇരുന്നിട്ട് അവസാനം ഞാൻ ജയിച്ചു. അതിനെ ഞാൻ കുത്തി തിരികെ അതിനകത്ത് കയറ്റി. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. അതുപോലെ ഇത്രയും നേരം ഈ വീഡിയോ കണ്ടതിന് താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.